ടാസ്കുകൾ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഫീമെയിൽ കണ്ടസ്റ്റൻസിലാണെന്നുണ്ടെങ്കിൽ ടാസ്കുകൾ എപ്പോഴും നന്നായി ചെയ്യാൻ ശ്രമിക്കുന്ന ആൾ അപ്സരയാണ്. പിന്നെ ഒന്ന് റസ്മിനാണ്. ഇവർ രണ്ടുപേരാണ് ഏറ്റവും നന്നായിട്ട് ടാസ്കുകൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. എല്ലാവരും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ടാസ്ക് ചെയ്യണം എന്ന് ചിന്തിച്ചു അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്ന രണ്ടാൾക്കാർ അപ്സരയും റസ്മിനുമാണ്. പിന്നെ ആണുങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അഭിഷേക്, അഭിഷേക് പിന്നെ ജിൻഡപ്പനും എഫേർട്ടാണ്, ഭയങ്കര എഫേർട്ടാണ്. ഇപ്പം ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ കോംബോസ് അങ്ങനെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഒബിയസ്ലി അറിയാലോ, ഒരു കോമ്പോനെ പറയുന്നു, അപ്പുറത്ത് വേറെ ഒരു കോമ്പോന് പറയുന്നു. പക്ഷെ ഒട്ടും ആൾക്കാർക്ക് ഒരു എന്താ പറയാ ഇഷ്ടക്കേട് തോന്നാത്ത അല്ലെങ്കിൽ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോംബോ ആണ് അൻസിബ ഋഷി എന്ന് പറയുന്നത്. ലൈക്ക് ആ ഒരു ബ്രദർ സിസ്റ്റർ എന്ന് തന്നെ അതിനെ വിളിച്ച് ആ ഒരു ട്രൂ ബോണ്ടിനെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടായിരുന്നു. അപ്പം അത് അതേപോലെ തന്നെയാണല്ലോ പുറത്തു വന്നേന്നുള്ളൊരു സമാധാനം ഫീൽ ചെയ്തായിരുന്നു. സത്യമായിട്ടും എനിക്ക് ഭയങ്കര സമാധാനം സന്തോഷം ഉണ്ടായിരുന്നു അതിൽ. കാരണം ഞങ്ങൾ ആ ഒരു അതറിയാൻ ഗ്രാജുവലി വന്നതാണ്, ഒറ്റ ദിവസം കൊണ്ട് വന്നതല്ല. ഞങ്ങൾ ഒരു മാസം ടെന്നിനകത്ത് ഈ പറഞ്ഞ മാതിരി കട്ടിലിരുന്ന് സംസാരിച്ച് വന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ അതങ്ങനെ ഗ്രാജുവലി വന്നു. അപ്പോൾ ഒരു ദിവസം ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ടാസ്ക്. എനിക്ക് തോന്നുന്നു അതിന് ശേഷമാണ് ആ ബോണ്ട് അത്രയും സ്ട്രോങ് ആയത്. അപ്പൊ ആ പ്രൊട്ടക്ട് ചെയ്യുന്ന ടാസ്കിൽ ഞാൻ ഋഷിക്കായിരുന്നു ആ സ്റ്റിക്കർ ഒട്ടിച്ചത്, ഋഷി എനിക്കായിരുന്നു ആ സ്റ്റിക്കർ ഒട്ടിച്ചത്. എനിക്ക് തോന്നുന്നു ആ ബന്ധം കൂട്ടി ഉറപ്പിച്ചു തന്നത് സിബിനായിരുന്നു. സിബിൻ വന്നു, ചെറിയൊരു ഞാനും സിബിനും ഒരു കുഞ്ഞു വഴക്കുണ്ടായി. അപ്പൊ ഋഷി വന്നു. അപ്പൊ ആക്ച്വലി അതൊരു കുഞ്ഞു സാധനമായിരുന്നു, പക്ഷെ ഋഷി പെട്ടെന്ന് ഇമോഷണൽ ആയി. കാരണം ഞാൻ വിഷമിച്ചോ, എന്റെ ക്യാരക്ടർ അപ്പോഴേക്കും ഋഷിക്ക് മനസ്സിലായി ഞാൻ പെട്ടെന്ന് ഇതാവും, പക്ഷെ പുറത്തതിൽ കാണിക്കില്ല, വിഷമായി എന്ന് മനസ്സിലായി. ഇവൻ വന്ന് അൻസിബയ്ക്ക് ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ അൻസിബയെ പ്രൊട്ടക്ട് ചെയ്യാതെ ഇനി ആരെന്ത് പറഞ്ഞാലും പറഞ്ഞു വന്നപ്പോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അന്തം വിട്ട് നോക്കുമായിരുന്നു. നമ്മള് ലൈഫിൽ ആഗ്രഹിക്കില്ല നമ്മുടെ ബ്രദർ നമുക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. പക്ഷെ അങ്ങനെ പറയണത് കണ്ടപ്പോ എനിക്ക് ശരിക്കും കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവൻ അത്ര ഇതിലത് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് അതിനുശേഷം അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എടി ഞാൻ അങ്ങനെ പറഞ്ഞതിൽ വല്ല ഇതുണ്ടോ, നിനക്ക് വല്ല പ്രശ്നമുണ്ടോന്ന് ചോദിച്ചു. അവൻ അവിടെ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു അൻസിബയ്ക്ക് പ്രശ്നം ഇല്ലാത്തടത്തോളം കാലം. അപ്പൊ ഞാൻ എനിക്കൊരു പ്രശ്നവും ഇല്ല. അത് കഴിഞ്ഞിട്ടും അവൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചായിരുന്നു, എടി ഞാൻ അങ്ങനെ പറഞ്ഞതിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, കാരണം അതിന് വേറെ രീതിയിൽ പുറത്തേക്ക് പോവോ എന്താ അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രശ്നവും ഇല്ലടാ. അങ്ങനെ പറയാൻ ഒരാൾ വരിക എന്നുള്ളത്, അതൊരു ബ്രദറായിട്ട് നിന്ന് സംസാരിക്കുക എന്നുള്ളത്, അതൊരു പെൺകുട്ടിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രൊട്ടക്ഷനാണ്. അപ്പൊ അവൻ ആ പ്രൊട്ടക്ടർ സ്റ്റിക്കർ ഒട്ടിച്ചത് അവനവിടെ യാഥാർത്ഥ്യം കാണിക്കായിരുന്നു. അതൊരു മീൻ ചെയ്ത പരിപാടിയായിരുന്നു. ഇപ്പം എന്താ പറയാ, പക്ഷെ ഏറ്റവും കൂടുതൽ